ആലപ്പുഴ കലവൂരിലെ 7ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ 2 അധ്യാപകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. കായികാധ്യാപകൻ ക്രിസ്തുദാസ്, വൈസ് പ്രിൻസിപ്പൽ രേഷ്മ എന്നിവർക്കെതിരെയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത്. അധ്യാപകർ ഒളിവിലാണ്. ഫെബ്രുവരി 15-നാണ് കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്ത് മരിച്ചത്. ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ ഫിസിക്കൽ ട്രെയിനിംഗ് അധ്യാപകൻ ക്രിസ്തുദാസ്, വൈസ് പ്രിൻസിപ്പൽ രേഷ്മ എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും വടികൊണ്ട് കുട്ടിയെ തുടർച്ചയായി തല്ലിയതിനുമാണ് കേസ്. അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. 2 അധ്യാപകരും ഒളിവിലാണ്. ഈ മാസം 15-ന് വൈകിട്ടാണ് സ്കൂൾ വിട്ടുവന്ന ശേഷം പ്രജിത്ത് യൂണിഫോമിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. സംഭവത്തിൽ നാട്ടുകാരുടെ അടക്കം പ്രതിഷേധം ശക്തമായതോടെ വിസിറ്റേഷൻ സ്കൂൾ മാനേജ്മെന്റ് ക്രിസ്തുദാസും രേഷ്മയും അടക്കം 3 അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കൂട്ടുകാരന് തലകറക്കമുണ്ടായപ്പോൾ ഒപ്പം പോയതിനാൽ ക്ലാസിൽ താമസിച്ചെത്തിയതിന് പ്രജിത്തിനെ അധ്യാപകർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്നാണ് മാതാപിതാക്കളുടെ പരാതി. ഇത് ശരിവയ്ക്കുന്ന മൊഴി പ്രജിത്തിന്റെ സഹപാഠികളിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. ജനം, ആലപ്പുഴ.